തൃത്താല മണ്ഡലത്തിൽ 100 കാവുകൾ പച്ചത്തുരുത്തുകൾ പദ്ധതിക്ക് തുടക്കമായി. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായാണ് പ്രകൃതി സംരക്ഷണം ലക്ഷ്യമിട്ട് തൃത്താല നിയോജക മണ്ഡലത്തിൽ 100 കാവുകൾ പച്ചത്തുരുത്തുകൾ എന്ന സമഗ്ര സംയോജിത ഹരിത പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം തിരുമിറ്റക്കോട് ചാത്തന്നൂർ കക്കാട്ടുമനയുടെ പരിസരത്ത് വൃക്ഷത്തൈ നട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. അവർക്ക് വേണ്ട തൈകളും ഈ സമയങ്ങളിൽ വെച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഈ ഒരു പരിപാടി സുസ്ഥിരം ആകുന്നതിന് വേണ്ടി ഇതിന്റെ ജലസേചന സൗകര്യത്തിന് വേണ്ടിയുള്ള സ്പ്രിംഗ്ലർ സിസ്റ്റത്തിന്റെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുന്നു. കാവുകളുടെയും പച്ചത്തുരുത്തുകളുടെയും സംരക്ഷണം പ്രധാനമാണ്. കുട്ടികളിലൂടെ വേണം മുതിർന്നവരെ ബോധവൽക്കരിക്കാൻ. ഭൂഗർഭ ജലവിധാനം സെമി ക്രിട്ടിക്കലായ മണ്ഡലത്തിൽ ദീർഘകാല പ്രവർത്തനത്തിലൂടെ മാത്രമേ ഭൂഗർഭ ജലവിധാനത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ സാധിക്കൂവെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തിന് തന്നെ മാതൃകയാവാൻ പൊട്ടൻഷ്യലുള്ള ഒരു പദ്ധതിയാണ്. ഒറ്റ കാര്യമേ വേണ്ടൂ, ജനങ്ങളാകെ ഇത് ഏറ്റെടുക്കണം. ഒരു ജനങ്ങളുടെ മൂവ്മെന്റ് ആയിട്ട് ഇത് വരണം. സുസ്ഥിര തൃത്താലയ്ക്ക് ഇതുവരെ ഉണ്ടായ ഒരു പരിമിതി, ഞാൻ അതുകൂടി പറയണല്ലോ, കേമാണെന്ന് മാത്രം ഞാൻ പറഞ്ഞാൽ പോരാ. പരിമിതി ഇത് പ്രധാനമായിട്ടും ഉദ്യോഗസ്ഥ പരിപാടി മാത്രമായിട്ട് നിന്നു. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലേക്ക് അത് വളർന്നിരുന്നില്ല എന്നതാണ്. ഞാൻ വിചാരിക്കുന്നു ഇതോടുകൂടി അത്തരമൊരു വളർച്ച സാധ്യമാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പരിപാടിയോടുകൂടി ഇതിലെ ജനപങ്കാളിത്തം വളരെ ശ്രദ്ധേയമാണ്. ഇതുവരെ നടന്ന പരിപാടികളുടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ മീറ്റിംഗ് ശില്പശാല പ്രധാനമായിട്ടുണ്ടാകുന്ന ഉദ്യോഗസ്ഥരാണ്. പക്ഷെ ഇത് നാട് മുഴുവൻ ഏറ്റെടുക്കുമ്പോഴാണ്, നാടാകെ ഏറ്റെടുക്കുമ്പോഴാണ് ഒരു ജനകീയ പദ്ധതിയായിട്ട് മാറുക. അപ്പൊ നമുക്കിതിനൊരു ജനകീയ പദ്ധതിയാക്കി മാറ്റണം. വിദ്യാർത്ഥികൾ, അതുപോലെ ചെറുപ്പക്കാർ, കുടുംബശ്രീ, പിന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനം, ഇങ്ങനെ എല്ലാ നമ്മുടെ നാട്ടിൽ ധാരാളം കൂട്ടായ്മകളുണ്ടല്ലോ. എല്ലാവരും കൂടി ചേർന്ന്, ഇതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൽ, നമ്മുടെ മണ്ണും ജലവും സംരക്ഷിക്കുന്നതിൽ രാഷ്ട്രീയമുണ്ട്, പക്ഷെ അത് കക്ഷി രാഷ്ട്രീയമല്ല. അതാണ് ഇവിടെ പറഞ്ഞില്ലേ, കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പൊ മകരമാസമാണ് അല്ലെ? മകരം എത്രാം തീയതിയായി? ഇന്ന് എത്രയായി? മകരത്തിൽ മരം കൊച്ചുന്ന തണുപ്പ് എന്നാണ്. ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആർക്കെങ്കിലും മരം കൊച്ചുന്ന തണുപ്പ് അനുഭവപ്പെട്ടോ? ധനുമാസ കുളിര് കവിതയിലും പാട്ടിലും മാത്രമേ ഇപ്പോൾ ഉള്ളൂ അല്ലെ? ഈ കൊല്ലം ജനുവരി എന്ന് പറഞ്ഞാൽ ഹോട്ടസ്റ്റ് ജനുവരിയാണ്, ഏറ്റവും ചൂട് കൂടിയ ജനുവരിയാണ് ഇപ്പൊ പിന്നിട്ടത്. ഇന്നലെ മറ്റേ പത്രത്തിൽ വാർത്ത വായിക്കുകയുണ്ടായി. ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊക്കെ വരാൻ പോകുന്ന ഒരു ആപത്തിനെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ പെട്ടെന്ന് ഒരു ദിവസം രാത്രി കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ല അത്. അതിന് ക്ഷമയോടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇപ്പൊ നടത്തിയിട്ടില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുക. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് മെനക്കെട്ട പരിപാടിയാണത്. ഇതിനേക്കാൾ എളുപ്പമാണ് MLA എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിൽ നമുക്ക് മറ്റു പല കാര്യങ്ങൾ, ഇപ്പോൾ റോഡുണ്ടാക്കാം, കെട്ടിടമുണ്ടാക്കാം, അതൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടില്ലാത്ത സമയം കണ്ടെത്തിയിട്ടാണ് നാം ഇതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി തൃത്താല മണ്ഡലത്തിലെ കാവുകൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. വിദ്യാർത്ഥികൾ, സന്നദ്ധ പ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവരുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.